ആയല്ലോ. നാളെ കർക്കിടക ഒന്നാണ്. അപ്പൊ ഇന്നല്ല ഒരാഴ്ചയായി വൃത്തിയാക്കലൊക്കെ തുടങ്ങിയത്. കുപ്പി പാട്ടകളൊക്കെ 2 ദിവസം മുന്നേ കഴുകി വെച്ച്. പിന്നെ മഴ ആയതുകൊണ്ട് ഈ പണികളൊക്കെ ഇങ്ങനെ നിർത്തി വെച്ചത്. ഇനി എന്തായാലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഒന്ന് ജനലൊക്കെ തുടച്ച് പിന്നെ പണ്ടൊക്കെ മരത്തിന്റെ സാധനങ്ങള്, വീട്ടിലുള്ള ബെഞ്ച്, കസേര ഒക്കെ ഞങ്ങൾ അന്നൊന്നും ചെറുപ്പത്തിലൊന്നും ഞങ്ങളുടെ വീട്ടില് കിണറൊന്നുമില്ല. എന്നിട്ട് ഞങ്ങൾ മഴ പെയ്ത വെള്ളം ഉണ്ടാവും. എന്നിട്ട് അതിൽ കൊണ്ടുപോയിട്ട് ഒരു കല്ല് വെട്ടിയ കുഴിയുണ്ട്. അതിൽ മഴ പെയ്തിട്ട് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അന്ന് വീട്ടിൽ ഇഷ്ടം പോലെ പലക ഉണ്ടാവും. ഇരുന്ന് ചോറ് നനട്ടില്ല 9 പലകുണ്ട്. പലക, ചിരവ, മേശ, കസേരകളൊക്കെ ഞങ്ങൾ ആ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് തേച്ച് പാറോത്തിൻ്റെ ഇല എന്നറിയാം. ഒരള്ള നമ്മളെ സാൻഡ് പേപ്പർ പോലെയുള്ള പാറോത്തിൻ്റെ ഇല എന്നാ പറയാ. അതിട്ടിട്ട് ഇങ്ങനെ അരച്ച് നല്ല വൃത്തിയാക്കിയിട്ട് പിന്നെ കിണറത്തെ വെള്ളം കൊണ്ടുവന്ന് അതിൻ്റെ മേലെ ഒഴിച്ചിട്ട് ഉണക്കാൻ വെക്കും. അതൊക്കെ ഒരു ഓർമ്മയാണ്. ഇന്ന് ഈ പണികളൊക്കെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ അടിച്ചേരി പിന്നെ എന്താണ് പഴയ ചട്ടിയിൽ പഴയ മുളത്തിലൊക്കെ ഈ അടിച്ചു വരിയ പൊടിയൊക്കെ ഇടും. എന്നിട്ട് അതിൻ്റെ കൂടെ ചൂല്, മഞ്ഞൾ, പിന്നെ എന്തായിരുന്നു അങ്ങനെയൊക്കെ കൂടെ ഇട്ടിട്ട് ഞങ്ങൾ വീട് ചുറ്റും ഓടും. ഒരാൾ ബാക്കിൽ ചാണം കലക്കിയ വെള്ളം ഉണ്ടാവും. എന്നിട്ട് ഈ അടിച്ചു വരിയ സാധനവും ഒരു ചൂലും ചൂട്ടും കൊണ്ട് ഒരാൾ മുന്നിലോടും, വീട് ചുറ്റും ഓടും. ബാക്കിലുള്ള ആൾ ചാണകവെള്ളം കൊണ്ട് ഇങ്ങനെ ഈ ഓടുന്ന ആളെ മേലൊക്കെ ഇങ്ങനെ തളിക്കും. അങ്ങനെ 3 റൗണ്ട് ഓടിയിട്ട് നേരെ പോകും എവിടേക്ക്, ഒരു 3 കൂടിയ സ്ഥലത്ത് നിന്നറിയും മുക്കൂട്ടിൽ. അവിടെ ഈ സാധനം കൊണ്ടുപോയിട്ടിട്ട് അന്നത്തെ ആരെ പെർമിഷനും വേണ്ട പാടത്ത് നീന്തി കളിക്കാനുള്ള ആ നേരെ പോയ പാടത്തോ കുളത്തിലോ അവിടെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാവരും ഉണ്ടാവും. നീന്തി കുളിച്ച് സന്ധ്യ ആകുമ്പോൾ കയറി വരും. വെളിന്ന് എറിയും. ചേമ്പിനെ പോലെയുള്ള വെളി പറിച്ചുകൊണ്ട് വരും. എന്നിട്ട് വീടിൻ്റെ മേലെ ഇടും. എന്നിട്ട് പിന്നെ അന്ന് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നാളെ കർക്കിടകം 1 മുതൽക്ക് പിന്നെ ശീബോധിക്ക് വരും. ശ്രീഭഗവതി എന്നാണ് പണ്ടേ പറയുന്നത്, ശീബോധിക്ക് വെക്കുന്നത്. പിന്നെ 1 മാസം രാവിലെ അടിച്ച് തുടച്ച് കഴുകി വൃത്തിയാക്കി ശീബോധിക്ക് വെക്കും. വൈകുന്നേരം നമ്മളാ മരിച്ചു പോയവർക്കൊക്കെ അകത്ത് വെച്ച് കൊടുക്കുക എന്നറിയും. പിന്നെ ചോറൊക്കെ വെച്ചിട്ട് നമ്മൾ അകത്ത് വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ അകത്ത് വെച്ചെടുക്കുന്നത് മാത്രമല്ല, പിന്നെ കയ്യനെ വിളിക്കാന്നറിയും. ചക്ക വെച്ചതുണ്ടാവും, ചോറ്, ഇതൊക്കെ മാവിന് നമ്മളെ പറമ്പിലുള്ള മാവിൻ്റെ പ്ലാവിൻ്റെ അടിയിൽ വെക്കും, നാക്കലയിൽ വെക്കും. എന്നിട്ട് അടുത്ത പ്രാവശ്യം ചക്കയും മാങ്ങ തോനെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ മാവിന് ചുറ്റും ചൂട്ടും കത്തിച്ചോടും. എന്ത് പറഞ്ഞിട്ടറിയാം, കല്യാ ഞങ്ങളെ പ്ലാവിൻ്റെ ചുട്ടിൽ കൂടെ പോവാലിയാന്ന് പറയും. അപ്പം അപ്പുറത്തെ വീട്ടുകാരുണ്ട്, കല്യാ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെ മാവിൻ്റെയും പ്ലാവിൻ്റെയും ചുട്ടിൽ കൂടെ പോയിക്ക കല്യാന്ന് പറയും. നല്ല രസമാണ്. അങ്ങനെ വിളിച്ചിങ്ങനെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ആ വിളി കേൾക്കും. മത്സരിച്ച് വിളിക്കും. അങ്ങനൊക്കെയായിരുന്നു പണ്ടത്തെ ചിട്ടകൾ. ഇപ്പം അതൊന്നുമില്ല, ചിട്ടകളും ഇല്ല, ഒന്നുമില്ല. വൃത്തിയാക്കലുണ്ടാവും, എല്ലാവർക്കും വൃത്തിയാക്കലും ശീബോധിക്ക് വെക്കലൊക്കെ ഉണ്ട്. ഈ കല്യാണവിളി ഒന്നും അന്നില്ല, അതൊന്നില്ല. അപ്പം അത്രയൊക്കെ ഉള്ളൂ. എന്തിന്റെ ഒക്കെ ഇതുണ്ടാക്കൂല, വാഴേന്റെ അത് പറയാൻ പറഞ്ഞു. പിന്നെ ഈ നമ്മൾ ഉണ്ടാക്കിയ ചക്കയും മാങ്ങയും ചോറും ഒക്കെ വെച്ച് കൊടുക്കുകയും ചെയ്യും ഈ പ്ലാവിൻ്റെ ചോട്ടില്. പിന്നെ വാഴത്തണ്ടില്ലേ, വാഴത്തണ്ട് കൊണ്ട് കോണി ഉണ്ടാക്കും, കലപ്പയും കാളയും ഉണ്ടാക്കും. അതൊക്കെ നമ്മളെ കർഷകരെ ഒക്കെ നമ്മളെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട പണ്ടേ ഉള്ളവർക്ക് അതിനെ പറ്റിയുള്ള ബോധമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് വെക്കും. എന്നിട്ട് കല്യാന് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോണി വാഴത്തണ്ട നടു മുറിച്ചിട്ട് ഇങ്ങനെ വെക്കും. ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഈളിങ്ങനെ ഈർക്കിളില്ലേ, അതിങ്ങനെ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് കോണി ഉണ്ടാക്കും. പിന്നെ കാളാന ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ. ഇപ്പം അതൊന്നും ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ട് ഒരു ചടങ്ങുണ്ട്, എന്താ പറയുക, എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചെയ്ത് കണ്ട് അവസാനത്തെ ചക്ക വലിക്കുമെന്ന് പ്ലാവിൻ്റെ. എന്നിട്ട് ഈ പ്ലാവിൻ്റെ ചക്ക വലിക്കാൻ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അടിയിൽ നിന്ന് അമ്മേനോട് പറഞ്ഞ് ചരലെടുത്ത് തരികയായി. മുത്തശ്ശൻ എന്നിട്ട് ചക്ക വലിച്ചിടുമ്പോൾ അങ്ങനെ പറയും. അപ്പം എന്നിട്ട് പാടുന്നൊരു പാട്ടുണ്ട്, എന്താ പറയുക, കള്ളേർക്കായിരം പിള്ളേർക്കായിരം പിന്നെ എന്തോന്ന് 12000 എന്നുള്ള ഒരു പാട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നു പണ്ട്.
ഇപ്പോൾ ഒന്നുമില്ല. ഇതൊക്കെ ആൾക്കൊക്കെ എത്ര ആൾക്കാർ അറിയാമെന്ന് എനിക്കറിയില്ല. ആ ഒരു പാട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മ എടുക്കുന്നത്. ചരല് വാരി എറിഞ്ഞതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ. ഇങ്ങനെ ആട്ടി ആട്ടി ആട്ടിയിട്ടാണ് ആ ചക്ക വലിക്കുക ലാസ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഇതിനെപ്പറ്റി എനിക്കറിയണത്. അപ്പോൾ എല്ലാവരും ഇനി മാറാലടിക്കാണ്ട് ജനലും ഇതൊക്കെ വൃത്തിയാക്കാണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.